7,30,000 3,25,000 ഫുള്ള് ലോണും കിട്ടും വണ്ടി. ഫുള്ള് ലോണും കൊടുക്കും. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന പ്രൈസ് നല്ലൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ വാഹനം കൊണ്ടുപോകാം. 3,20,000 2025 ഓരോ 5,000 സർവീസ് ഉള്ള വണ്ടി, ക്വാളിറ്റി വണ്ടി, മേജർ ആയിട്ടുള്ള ഒരു റീപ്ലേസും ഇല്ല, മൈനർ ആയിട്ടുള്ള റീപ്ലേസും ഇല്ലാത്ത വണ്ടി. 90,000 കിലോമീറ്റർ 3 ലക്ഷം രൂപയോളം ടാക്സ് വരും. അത് നമ്മൾ അടച്ചിട്ടുള്ള റേറ്റ് ആണ്. കമ്പനിയിൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യിച്ചിട്ട് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണില് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 1.5-2 ലക്ഷം രൂപ നമുക്ക് കുറവില്ല. അതേപോലെ ഫുള്ള് കിട്ടുന്നതാണ് എന്റെ 4 ലക്ഷം തന്നെ കിട്ടുന്നതാണ് എന്റെ ഐഡിയ. 2,60,000 260 പേപ്പർ കാര്യങ്ങളൊക്കെ പേപ്പറൊക്കെ 2030. ഫ്രണ്ട്സ്, നമ്മൾ വീണ്ടും PMA കാസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഇന്നോവ ക്രിസ്റ്റകൾ, അതേപോലെ നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള അത്യാവശ്യം നല്ല പൊളി കളക്ഷൻസ് നമുക്ക് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 7 സീറ്ററുകൾ, ഇന്നോവ ക്രിസ്റ്റകൾ, അതേപോലെ തന്നെ നമുക്ക് ടൊയോട്ടയാണ് മെയിനായിട്ട് ഇവിടുത്തെ ഹൈലൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് കാറുകൾ, പ്രീമിയം കാറുകൾ, എല്ലാ ലെവലിലെ വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ PMA കാസിലാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഒന്ന് പറഞ്ഞാൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തെറ്റാன കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ്. ഏത് സമയത്ത് വന്നാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഷോറൂമിൽ എത്തിച്ചേരാം. നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പറിൽ നമുക്ക് പിന്നെ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് തുടങ്ങുക അല്ലേ? ഓഫർ റേറ്റിനോട് ഓഫർ റേറ്റ് ഫസ്റ്റ് തന്നെ ഒരു ഇന്നോവ അല്ല. ഇത് 2014 മോഡലാണ്. കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. സിൽക്കി ഗോൾഡ് ആണ്. ഏറ്റവും കൂടുതൽ ഇന്നോവയിൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു കളറും ഒരു പ്രീമിയം ലെവലിൽ വരുന്ന കളർ കൂടിയാണ്. അതേപോലെ തന്നെ കേൾട്ടൺ BK നമ്പർ ആയിട്ടുണ്ട്. അഡീഷണൽ സ്കേറ്റിംഗ്, ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു അപ് ടു 90% വരെ ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയിലാക്ക. ഇതിന്റെ പ്രൈസ് ആണ് ഇതാണ് പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾ 2014 നമ്പർ ആയ വണ്ടി 6 ലക്ഷം റുപ്യ കൊടുക്കും. അപ്പൊ മാർക്കറ്റുകൾ ഫുള്ള് ലോണും കിട്ടും വണ്ടി. ഫുള്ള് ലോണും കൊടുക്കും. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന പ്രൈസ് നല്ലൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ വാഹനം കൊണ്ടുപോകാം. അത് നമുക്ക് ജിആറിന്റെ കിറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ, സ്കേറ്റിംഗ് എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. AC പോസ്റ്ററിംഗ്, പവർ വിൻഡോസ്, നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ്, അതേപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ഇൻബിൽഡ് ആയിട്ടുള്ള വണ്ടി. 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയ്ക്ക് അത് ഓഫർ പ്രൈസിന് കൊടുക്കുമ്പോൾ ചെറിയ റീപ്ലേസ് ഉണ്ട്, ബോണറ്റ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ട്. നമ്മളെല്ലാം പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. വണ്ടി റണ്ണിങ്ങിന് പക്കയാണ്, ഉപയോഗിക്കുന്ന ആൾക്കൊരു കുഴപ്പമില്ലാത്ത മേജറായ പ്രശ്നങ്ങളൊന്നും ഓടിക്കണതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ എവിടെ വെച്ചാൽ വേണ്ട കൊണ്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് എടുത്താൽ നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെന്നുള്ളൂ. ഓക്കെ, അടുത്താണ് ഒരു ഫോർച്യൂണർ ആണ്. അത് സിൽവർ ഫിനിഷിംഗിൽ നിലവിൽ KL 65 തിരുവങ്ങാട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. TRD കിറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. സിൽവർ ഫിനിഷിംഗ് എങ്ങനെയാണ്? 2011 മോഡലാണ്. 2031 വരെ നമുക്ക് വേണമെങ്കിൽ പേപ്പർ എടുത്ത് കൊടുക്കാം. 7,30,000. അതായത് നമുക്ക് പേപ്പർ എടുത്തിട്ടുള്ള പ്രൈസ് 7,30,000. അപ്പൊ 4 വീൽ ഡ്രൈവ് ആണ്. അത് നമുക്ക് 7,30,000 5 വർഷത്തെ പേപ്പർ കാര്യങ്ങൾ എല്ലാം ഫിറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ. പ്രൊജക്ടർ, ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ് ഒക്കെ ചെയ്താണ്. ഇനി നമുക്ക് ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ 50,000 എക്സ്ട്രാ ബ്ലാക്ക് ആക്കി കൊടുക്കും ചെയ്യാം. അപ്പൊ ഇനി ബ്ലാക്ക് കൺവേർട്ടും ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ബ്ലാക്കിനാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഡിമാൻഡ് ഉള്ള കളർ ബ്ലാക്ക് ആയതുകൊണ്ട്. കഴിഞ്ഞ നമുക്കൊരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രൈസ് നമ്പറൊക്കെ ആക്കി 7,30,000 ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. അപ്പൊ നമുക്ക് 31 വരെ പേപ്പർ എടുത്തുള്ള പ്രൈസ് ആണ് 7,30,000. ബ്ലാക്ക് കൺവേർട്ട് ചെയ്യുന്ന അതിന്റെ പൈസ കൊടുത്ത് നമ്മൾ ചെയ്തു തരൂല. അടുത്ത വീണ്ടും നമുക്ക് HR എടുക്കുന്ന ഒരു വണ്ടി 2014 മോഡലാണ്. നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. 1 ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർ. അപ്പൊ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എത്ര രൂപ? 11,30,000 നെറ്റ് പ്രൈസ് ആണ്. ഫൈനൽ ഫിക്സഡ് പ്രൈസ് ആണ് 11,30,000. 2 വീല് മാനുവൽ. അപ്പൊ അതാണ് നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ അത്യാവശ്യം ടൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് 14 മോഡൽ വിത്ത് കേരള നമ്പർ ആണ്. കേരള നമ്പറിലാണ് നമ്മൾ 1,60,000 ടാക്സ് അടച്ചിട്ടുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. 11,30,000 ഫുൾ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള പ്രൈസ് ആണ്. നമുക്ക് എത്ര രൂപ വരെ ലോൺ ചെയ്യാം? ഫുള്ള് 10-11 ലക്ഷം വരെ ലോണും ചെയ്യാം. അപ്പൊ ട്രാക്കിന്റെ ഈ ഒരു വാഹനം നമുക്ക് 14 മോഡലാണ്. ഫുൾ ഓണിലും ഉണ്ടോ കേട്ടോ. അഗൈൻ വൈറ്റ് ഫിനിഷിംഗില് അത്യാവശ്യം നമുക്ക് കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയില്ല. 2014 മോഡൽ 2014 to 2025 വരെ ഓരോ 5,000 സർവീസ് ഉള്ള വണ്ടി, ക്വാളിറ്റി വണ്ടി, മേജർ ആയിട്ടുള്ള ഒരു റീപ്ലേസും ഇല്ല, മൈനർ ആയിട്ടുള്ള റീപ്ലേസും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും വണ്ടി. അതേപോലെ നമുക്ക് ടയർ 4 ഫുൾ കട്ട ടയേഴ്സ് ആണ് വരുന്നത്. ഇത് 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. TRD കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, നിലവിൽ നമുക്കൊന്നും ചെയ്യിക്കാനില്ല. അത്ര 100% നമുക്ക് ഗ്യാരണ്ടി ആൻഡ് ക്വാളിറ്റി. 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്.
ടിയോയുടെ കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള 2 വീൽ ഓട്ടോമാറ്റിക് 14 മോഡൽ 14,25,000 നമ്മൾ ആസ്കിനെ ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് കേരളത്തിലേക്ക് നമ്പർ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്പറുള്ള പ്രൈസ് ആണ് പറഞ്ഞത്, ഓഫർ പ്രൈസ് ആണ്. അപ്പൊ മാക്സിമം ഒരു 1.5 റുപ്യ വേണ്ടി ഇറങ്ങാം. ഇത് ചെറിയൊരു നമ്മളിവിടെ 13,000 14 വണ്ടി കൊടുക്കണം. ഈ വണ്ടി കറക്റ്റ് സർവീസ് ആണ്, ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ടാണ് 14,25 വെക്കുന്നത്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, അപ്പൊ ഇതിനാണ് ഓരോ 5,000 സർവീസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ. അടുത്ത നമുക്ക് ഇന്നോവയ്ക്ക് അടുത്ത വീണ്ടും നമുക്ക് ഇന്നോവ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഗ്രേ ഫിനിഷിംഗിൽ അത്യാവശ്യം നമുക്ക് സ്കേറ്റിംഗ് വന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയോളം ഫിറ്റിംഗ്സ് കയറ്റിയ വണ്ടിയാണ്. 2013 V ആണ്. ഓക്കെ, അന്നത്തെ ടോപ്പ് ലോഡ് ഓപ്ഷൻ ആണ്. അതേപോലെ നമുക്ക് ഇതിന്റെ പ്രൊജക്ട് ലാംപ്സ് കാര്യങ്ങളെല്ലാം അഡീഷണൽ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിലവിൽ ഒന്നും നമ്മൾ ചെയ്യിക്കാനില്ല, നല്ല ഫ്യൂൽ അടിച്ചങ്ങ് ഓടിയാൽ മതി. എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ ഇത് കേരളത്തിലേക്ക് നമ്പർ ആയിട്ട് 7,25,000 കൊടുക്കാം. 7,25,000 രൂപ കേരള നമ്പറൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ വേണ്ടി ഇറക്കാൻ പറ്റും? ഒരു 6 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. 6 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും. അപ്പൊ നമുക്ക് നല്ല അത്യാവശ്യം അഡീഷൻ പിന്നെ നിലവിൽ ഒന്നും ചെയ്യിക്കാനില്ല, ഒരു കസ്റ്റമറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചിട്ടുള്ള വണ്ടിയാണ് അല്ലെ. അടുത്ത വീണ്ടും നമുക്ക് ഇതാണോ സെയിം മോഡലില് ഒരു സിൽക്കി ഗോൾഡ് നല്ല ഡിമാൻഡുള്ള 2 കളറുകളാണ്, ഗ്രേ കളറും സിൽക്കി ഗോൾഡ് ഇന്നോവയില്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 തന്നെയാണ്, പക്ഷെ അത് G4 ആണ് വണ്ടി. G4 ആണ് അല്ലെ, മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷെ നമുക്ക് വേണ്ട അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഔട്ട്ലുക്കിൽ രണ്ടും സെയിം തന്നെയാണ്. ഏകദേശം 1 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഇതിമലും ചെയ്തിട്ടുണ്ട്, ഗ്രേയിലും ചെയ്തിട്ടുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ റീരജിസ്റ്റേർഡ് വണ്ടിയാണ്, നമ്മൾ ജെനുവൻ ആയിട്ട് പറയില്ല. 1-1.5 ഇതിൽ കാണിക്കാം. എഞ്ചിന് മെക്കാനിക്കൽ പക്കയാണ്, മെക്കാനിക്കൽ പക്കയാണ്. എവിടെ വർഷാപ്പിന് വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇനി മുക്കത്തുള്ളാണെങ്കിൽ മുക്കത്ത് കൊണ്ടുപോവാ, കോഴിക്കോടുള്ളാണെങ്കിൽ കോഴിക്കോട് കൊണ്ടുപോവാ, ഇവിടെ തിരൂരുള്ളാണെങ്കിൽ തിരൂര് കൊണ്ടാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർഷാപ്പിൽ നമ്മളെ വർഷാപ്പ് കൊണ്ടാണ് വണ്ടി നമ്മളാണ് വിട്ടുതരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുപോയി കാണിച്ചിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. 6,90,000 വിത്ത് കേരള നമ്പർ. ഈ കേരളത്തിൽ എവിടെ നമ്മൾ നമ്പർ ആക്കി കൊടുക്കും. നേരിട്ട് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അടുത്ത വീണ്ടും നമുക്കൊരു 2013 തന്നെയാണ്, G4 തന്നെയാണ്. ഇത് നമുക്ക് കേരളത്തിലേക്ക് എവിടെ നമ്പർ ആക്കി കൊടുക്കും. മെയിൻ ക്ലാസ്സിന് ചെറിയൊരു പൊട്ടൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കാം. നിലവിൽ ഇപ്പൊ നമ്മൾ റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല. പൊട്ടുണ്ട് മെയിൻ ക്ലാസ്സിന്, നമ്മൾ മാറ്റി കൊടുക്കും വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ റീപ്ലേസ് വന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ പുതിയ ക്ലാസ് നമുക്ക് 6.5 ലക്ഷത്തിന് നമ്പർ ആക്കി കൊടുക്കാം. 6.5 ലക്ഷം രൂപ 13 ഒരു 6 റുപ്യ വരെയൊക്കെ ലോൺ കിട്ടും. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്നോവ കൊണ്ടുപോകാം. പ്രൊഫൈൽ റെഡി ആണെങ്കിൽ മാത്രം. എല്ലാവരും വീഡിയോയിൽ നിങ്ങൾ ഇത്ര റേറ്റ് ഇട്ട് നമുക്ക് ലോൺ കിട്ടാൻ പിന്നെ നമ്മളെ കുറ്റം പറയരുത്. ഇല്ല, നമ്മളൊരു വ്യക്തിനെ അപേക്ഷിച്ചിട്ടാണ്, വ്യക്തിന്റെ നിങ്ങളെ ട്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓൺലൈനിൽ പ്രോസസ് ചെയ്ത് വരുന്ന സംഗതിയാണ്. വീഡിയോയിൽ ഒരുപാട് ആൾ കമന്റ് ഉണ്ട്, വീഡിയോയിൽ നിങ്ങൾ ലോൺ കിട്ടും പറഞ്ഞു, പിന്നെ നമുക്ക് എന്താ കിട്ടാത്ത വ്യക്തികൾ കിട്ടാത്ത നമ്മളെ പറഞ്ഞ നിങ്ങൾ അടവ് തെറ്റി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല എന്നുള്ളതാണ്. മൊബൈൽ ഫോണോ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ അടക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കിട്ടാത്ത പ്രശ്നം. കുറെ ആൾക്കാർ അങ്ങനെ പരാതി പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത്. മെറൂൺ കുറച്ച് റയർ കളറാണ് ഇത്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? 10 മോഡലാണ്. 2031 വരെ നമുക്ക് പേപ്പർ എടുത്ത് കൊടുക്കാം. ഓക്കെ, ഇത് 4,95,000 എടുക്കും. 4 നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. നമ്പർ ആയിട്ട് 31 വരെ പേപ്പർ എടുത്തിട്ട്. അപ്പൊ 31 വരെ പ്രൈസ് പിന്നെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ട് ഒരു 4.30 നല്ല ഫുൾ കട്ട ടയർ കാര്യങ്ങളൊക്കെ ചെയ്ത V ആണ് കേട്ടോ വണ്ടി. V ആണ് അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. 31 വരെ പേപ്പർ ഒക്കെ എടുത്തിട്ട് നമുക്ക് ചെറിയൊരു വാഗണറിന്റെ ഒക്കെ പ്രൈസിന് കൊണ്ടുപോകാം. 4.30. അത് നമുക്ക് അത്യാവശ്യം സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡീഷൻ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ള വാഹനം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ക്രിസ്റ്റകൾ തുടങ്ങുകയാണ്. ക്രിസ്റ്റയിൽ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഒരു കളർ 18 Z ഓട്ടോമാറ്റിക്, ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഓക്കെ, 90,000 കിലോമീറ്റർ ഓടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, HR രജിസ്ട്രേഷൻ. HR ആണ്. സോ നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് 1 ലക്ഷം താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും ഇതിലെ ഏറ്റവും പർപ്പിൾ അല്ല, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള കളറാണ്. സോ 90,000 കിലോമീറ്റർ 2018 മോഡൽ സെക്കൻഡ് ജനറേഷൻ Z ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ അടിപൊളിയാണ്. ചെയ്ത വണ്ടിയാണ്. നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ട് 18,25,000 18-25 Z ഓട്ടോമാറ്റിക്. ഹൈലൈറ്റ് പറഞ്ഞാൽ 90,000 കിലോമീറ്റർ ഓടിയിട്ട് 3 ലക്ഷം രൂപയോളം ടാക്സ് വരും. അത് നമ്മൾ അടച്ചിട്ടുള്ള റേറ്റ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത വീണ്ടും നമുക്ക് അതിന്റെ പിന്നെ വൈറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് ഉള്ള ഒരു കളർ ഇല്ല. അതേ സ്പോട്ട് ഏറ്റവും ഫുള്ള് സെഡിന്റെ മേലുള്ള ഓപ്ഷൻ ആണ്. സെഡിന്റെ മേലുള്ള ഓപ്ഷൻ ആണ്. ടൂണിംഗ് സ്പോട്ട് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു മോഡൽ? 18 ടൂണിംഗ് സ്പോട്ട് മാനുവൽ വണ്ടിയാണ്. മാനുവൽ വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു കിലോമീറ്റർ? കിലോമീറ്റർ 1,40,000 കിലോമീറ്റർ ഓടി. ഓക്കെ,
സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് വിത്ത് NOC കേരളത്തിൽ എവിടെ നമുക്ക് NOC എടുത്തെടുക്കും 12,75,000 12,75 NOC പ്രൈസ് ഏകദേശം ഒരു 3 ലക്ഷം ടാക്സ് വരും. അപ്പോൾ 15,75 കേരള നമ്പറായി വരും. അപ്പൊ ഇതില് ഏറ്റവും ടോപ്പ് ലോഡ് സ്പെഷ്യൽ എഡിഷന് ടൂറിംഗ് സ്പോട്ട് ആണ്. അതും വൈറ്റില് ഇച്ചിരി കുറവാണ് അല്ലെ. ടൂറിംഗ് സ്പോട്ട് കൂടുതൽ റെഡിലാണ് വരാറുള്ളത്. അപ്പൊ ഇതാണ് വൈറ്റിലാണ് നമുക്ക് ഈ ചെറിയ പർപ്പിൾ അതേപോലെ റെഡ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു വരുന്ന കളറാണ്. സോ വൈറ്റില് നല്ലൊരു ടൂറിംഗ് സ്പോട്ട്. അടുത്ത വീണ്ടും നമുക്ക് ഇതാണോ പർപ്പിൾ തന്നെയാണ്. ഇത് എങ്ങനെയായിരുന്നു? 2016 Z ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ ബോണറ്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നത് Z ഓട്ടോമാറ്റിക് 16 ആണ്. ഇത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. 16 ലക്ഷത്തിന് എല്ലാവരും കൊടുക്കുന്നത്. നമ്മൾ ഈ വണ്ടി 14 ലക്ഷത്തിന് കൊടുക്കും. 1.60 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം ഒരു 13-13.5 വരെ ലോൺ കിട്ടും. ഫുൾ ലോണിന്റെ ആളുകൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. അപ്പൊ ട്രാക്കിനെ ഫുൾ ലോൺ എടുക്കാം. Z ഓട്ടോമാറ്റിക് ഇല്ല 2016 മോഡല് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. മേജറായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മേജർ ഷോറൂമിലോ വർക്ക്ഷോപ്പിലോട്ടെ കൊണ്ട് ചെക്ക് ചെയ്യുക. റീപ്ലേസ്മെന്റ് ഉണ്ട്. അത് കമ്പനി തന്നെ മാറിയത്. വേറെ വിഷയങ്ങളൊന്നും സോ നമുക്ക് എവിടെ വർക്ക്ഷോപ്പിലെ ലോക്കലോ കമ്പനിയിലോ എവിടെ കൊണ്ട് ചെക്ക് ചെയ്യിച്ചിട്ട് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണില് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 1.5-2 ലക്ഷം രൂപ നമുക്ക് കുറവില്ല. അതേപോലെ തന്നെയാണ് 2016 ആണ്. ഇതും ചെറിയ ബോണറ്റ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ട്. പിന്നെ 2016 ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് തന്നെയാണ്. Z ഓട്ടോമാറ്റിക്. ഇത് 4th ഓണർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ 14 ലക്ഷമാണ് ചോദിക്കണത്. നേരിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം 14 ലക്ഷം ലോൺ കിട്ടും. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. അത് നമുക്ക് ഇതാണ് പിന്നെ 14 ലക്ഷം ഫുൾ ഓണില് Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വാഹനം. അടുത്ത നമുക്ക് ഇതാണ് ഒരു ഇൻവേർട്ടർ ആണ്. 2010 മോഡലാണ്. 2010 മോഡല് 30 വരെ പേപ്പർ എടുത്ത വണ്ടി. ചെറിയ ഓഫ് റോഡ് കപ്പാസിറ്റി ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് ടയറൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 2030 വരെ പേപ്പർ എടുത്ത വണ്ടി. ഇത് നമ്മള് പിന്നെ 4,25,000 റുപ്യാണ് ചോദിക്കുന്നത്. 4,25,000 ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ടാവോ? ലോൺ കിട്ടൂല. ഇതിന് കിട്ടൂല. റെഡി ക്യാഷ് ആയിട്ടൊക്കെ വേണമെങ്കിൽ അടുത്തുള്ളവർക്ക് സേർട്ട് ഒക്കെ വേണമെങ്കിൽ സേർട്ടൊക്കെ ചിലപ്പോ കിട്ടുള്ളൂ. ഒരു സേർട്ട് കിട്ടിയാൽ തന്നെ ഒരു 1.5 കിട്ടലുണ്ടാവും. ഇത് 2012 രജിസ്ട്രേഷൻ SUV 500 7 സീറ്റർ ഡീസൽ വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് അന്നത്തെ W8 നല്ല ഫാൻസി നമ്പർ ഉണ്ട്. ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അന്നത്തെ W8 ടോപ്പ് എൻഡ് വേരിയന്റ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.60 ഓടിയിട്ടുണ്ട്. 1.60 ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് നമ്മള് 3,80,000 കൊടുക്കും. 3.80 7 സീറ്റർ ആണ്. ഡീസൽ ആണ്. അന്നത്തെ ഫുൾ ലോഡ് ഒറിജിനൽ കേരള വണ്ടിയാണ്. 3.80 മാക്സിമം ലോൺ ചെയ്യാം. അടുത്ത് അതിന്റെ ഒരു 7 സീറ്റർ തന്നെയാണ് മഹീന്ദ്ര TUV 300. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാല് 7 സീറ്റർ ആണെങ്കിലും ഒരു 16-17 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. സോ 7 സീറ്റർ വേണം, ഒരു SUV വേണം, കൂടെ തന്നെ മൈലേജും കൂടി കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2018 മോഡലാണ് വണ്ടി. 18 മോഡൽ സിംഗിൾ ഓണർ 1 ലക്ഷം കിലോമീറ്ററോടെ T6 എന്ന ഓപ്ഷനാണ് വണ്ടി. ഇത് മാക്സിമം ഫുൾ ഓൺ കിട്ടും. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 4,75,000 ചോദിക്കുന്നത്. 4,75 ആണ്. അപ്പൊ ട്രാക്കിന് ഫുൾ ഓൺ ഉണ്ടാവും. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഡീസലിൽ 7 സീറ്റർ ആണ്. കൂടെ തന്നെ 16-17 മൈലേജും കിട്ടും. സോ വലിയൊരു ഫാമിലിക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു വാഹനം. ഇതേ കളറിൽ തന്നെ നമ്മളെ കയ്യിൽ ഒരു വൈറ്റ് ഉണ്ട്, ടച്ചപ്പിലാണ്. 16 T6 പ്ലസ് T8 ഏറ്റവും ഫുൾ ഓപ്ഷൻ വോയിസ് മെയിൽ കാര്യങ്ങളൊക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. അത് നമ്മൾ ഒരു 4,30,000 കൊടുക്കും. 4,30,000 ചെയ്യാൻ പറ്റും. അടുത്തൊരു ബഡ്ജറ്റ് പ്രൈസിൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ്. നല്ലൊരു ക്വാളിറ്റി വണ്ടി തന്നെ നമ്മൾ പറയും. 2011 മോഡലാണ്. ഡിസയർ ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനൽ ഉള്ള വണ്ടി. ഡീസലാണ്. 18-20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇനി 2031 വരെ വേണമെങ്കിൽ നമുക്ക് പേപ്പർ എടുത്ത് കൊടുക്കാം 2,40,000 റുപ്യക്ക്. 2,40,000 പേപ്പർ എടുത്തിട്ടാണ് 18-20 മൈലേജ് കിട്ടും. ഒറിജിനൽ കേരള നമുക്ക് നല്ല ക്വാളിറ്റി അത്ര അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരു വെഹിക്കിൾ. നിലവിൽ നമുക്കൊരു വർക്കും കാര്യങ്ങളും ചെയ്യിക്കാനില്ല. ഡീസലും ആണ്. സോ ഡെയിലി യൂസിനൊക്കെ മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു വണ്ടി. അടുത്തൊരു പ്രീമിയം ലെവലിൽ വരുന്ന ഷെവർലെയുടെ ക്രൂസ് 2012 മോഡൽ ഓട്ടോമാറ്റിക് സൺറൂഫുള്ളൊക്കെ വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക്. അന്ന് ഒരു പ്രീമിയം ലെവലില് 10 ലക്ഷത്തിന് മുകളിൽ വന്നിരുന്നു. ഷെവർലെറ്റ് ആണ്. മെയിൻ്റെനൻസ് നോക്കുക, കുറച്ചൊക്കെ ചാർജ് വരും. അതൊക്കെ ശ്രദ്ധിച്ചെടുക്കുക. ഇത് നമ്മൾ 2,40,000 ഫിക്സഡ് പ്രൈസ് ആണ്. 2,40,000. കാരണം നമുക്ക് ഈ ഒരു പ്രീമിയം വെഹിക്കിൾസിന്റെ പാർട്സിന് അത്രയും പ്രൈസ് റേറ്റ് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നത്. പിന്നെ സർവീസ് സെന്റേഴ്സ് നമുക്ക് കോഴിക്കോട് മക്കയിലൊക്കെ കിട്ടൂല. ഒക്കെ നമുക്ക് സർവീസ് സെന്റർ ഉണ്ട്. പാർട്സ് കിട്ടും. പക്ഷെ സർവീസ് കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. അടുത്ത നമുക്ക് താണോ നമ്മൾ കിട്ടുന്ന ഐറ്റം ആണ് അക്കോർഡ്. അതും ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഫുൾ ബ്ലാക്കില് 10 മോഡല്.
കേരളത്തിലേക്ക് നമ്പർ ആക്കി പുതിയ പേപ്പറൊക്കെ എടുത്ത് 31 പേപ്പറൊക്കെ എടുത്തിട്ട് 3,20,000 എടുക്കും. 3,20,000. അപ്പൊ നമുക്ക് അൾട്രേഷൻ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. സോ നമുക്ക് CVT ഓട്ടോമാറ്റിക്കില് ഹോണ്ടയുടെ അക്കോർഡ് ഫുൾ ബ്ലാക്ക് വണ്ടി നമ്പർ 31 വരെ പേപ്പർ എടുത്തിട്ട് എത്ര രൂപയ്ക്കാന്ന് പറഞ്ഞത്? 3,20,000 CVT ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അടുത്ത ഞാൻ അതിന്റെ നേരെ വൈറ്റ് ഫിനിഷിംഗ് വരുന്നുണ്ട്. വൈറ്റ് വേണമെന്നുള്ളവർക്ക് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2010 മോഡൽ തന്നെയാണ്. 31 വരെ പേപ്പർ എടുത്തിട്ട് നമുക്ക് 3,20,000 ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇപ്പൊ ഏത് കളർ ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട്. ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക്, വൈറ്റിന് വൈറ്റ്. ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനൽ വണ്ടിയാണ്. അത് നമുക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ. ഇതിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് എത്തിയോസ് ലിവ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. അതേപോലെ നമുക്ക് മൈലേജും മെയിൻ്റെനൻസ് വളരെ കുറവുള്ള നല്ലൊരു ഫാമിലി വെഹിക്കിൾ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. നല്ല കോസ്റ്റ്ലി ആയിട്ട് അത്യാവശ്യം നല്ല അലോയി കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ടയറും നമുക്ക് 4 ഫുൾ കട്ട് ടയേഴ്സ് വരുന്നുണ്ട്. എല്ലാം ഒന്നും ചെയ്യിക്കാനില്ല. എല്ലാ ഭാഗം മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ? ഫിറ്റ് വണ്ടിയാണ്. ഏതായിരുന്നു മോഡൽ പറഞ്ഞത്? ഇത് 12 മോഡല് കേരള നമ്പർ ആയ വണ്ടിയാണ്. നമ്മള് ഫിക്സഡ് പ്രൈസ് ആണ് 3,25,000. 3,25,000 ഫിക്സഡ് പ്രൈസ്. ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും പ്രൊഫൈലൊക്കെ റെഡി ആണെങ്കിൽ. അത് നിസാന്റെ ടെറാൻ ആണ്. ഇത് 2015 85 ആണ്. 85. സോ നമുക്ക് ഒരു 18-20 മൈലേജ് കിട്ടും. മെയിൻ്റെനൻസ് നമുക്ക് 110 അപേക്ഷിച്ച് വളരെ കുറവുള്ള വണ്ടിയാണ്. ഇത് KL10 വണ്ടി തന്നെയാണ് അല്ലേ? ഇവിടെ തന്നെ ഇറങ്ങിയ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? പിന്നെ നിസാൻ ആയതുകൊണ്ട് എഞ്ചിന് മെക്കാനിക്കൽ പ്രശ്നമൊന്നുമില്ല. ഫുൾ നിങ്ങൾക്ക് വർഷാപ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ്റും. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 4 ലക്ഷം രൂപ. നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. നല്ല പ്രൈസ് ആണ്. ഡീസൽ 85 ആണ്. 4 ലക്ഷം രൂപ. ഏകദേശം ഒരു ട്രാക്കിന് 10-40 രൂപയ്ക്ക് ഇറക്കാം. ഫുൾ തന്നെ കിട്ടുന്നതാണ് എന്റെ 4 ലക്ഷം തന്നെ കിട്ടുന്നതാണ് എന്റെ ഐഡിയ. അടുത്ത ഫോർഡ് ഫീസ്റ്റ. വലിയൊരു വാഹനം. ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന ഒരു ഫോർഡിന്റെ വാഹനമാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും പെർഫോമൻസും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ? 2010 മോഡല്. 2030 വരെ പേപ്പറുള്ള വണ്ടി. ഓക്കെ. ഒരു ആവറേജ് വണ്ടി, നല്ലൊരു കണ്ടീഷൻ വണ്ടി നമ്മൾ പറയുന്നില്ല. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഫോർഡാണ്. കംപ്ലൈന്റ് ഒക്കെ വന്ന അത്യാവശ്യം ചാർജ് ഒക്കെ വരും. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 90,000 രൂപ കൊടുക്കാം. 90,000 പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്. പേപ്പർ 30 വരെ ഉണ്ട്. എല്ലാം ഫിറ്റ് ആണല്ലോ അല്ലേ? അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ ആണ്. നമുക്ക് BM-ന്റെ 5 സീരീസ് 2006 മോഡൽ 5 സീരീസ്. ഓക്കെ. ഓഫർ പ്രൈസ് ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ചില്ലർ AC വർക്ക് ചെയ്യണില്ല. ചില്ലറ പണികളുണ്ട്. AC ആദ്യം വർക്ക് ചെയ്തിരുന്നാണ്, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ചില്ലറ പണികളൊക്കെ എടുപ്പിച്ചിട്ട് നമ്മള് ഈ കണ്ട കണ്ടീഷൻ കണ്ടീഷനിൽ 2,60,000 രൂപ. 2,60,000 ഈ നിലവിൽ ഈ കണ്ടീഷനാണ്. AC വർക്ക് നമ്മൾ കസ്റ്റമർ വർക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ ഓൾറെഡി നമുക്ക് 2-3 മാസം ആയത് കാരണം നമുക്ക് അതിന്റെ ബാക്കിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വിട്ടുപോയതാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ 2,60,000 നമുക്ക് ചെയ്യാൻ പറ്റൂല. അടുത്തൊരു ഇന്നോവ 2007 മോഡൽ V ആണ്. 2,60,000 260 പേപ്പർ കാര്യങ്ങളൊക്കെ 2030 വരെ ഉണ്ട്. പേപ്പർ ഉണ്ട്. അപ്പൊ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. അപ്പൊ നമുക്ക് 230. അടുത്ത് വീണ്ടും ഒരു ഇന്നോവ 2007 മോഡൽ തന്നെയാണ് G4. ഇത് നമുക്ക് 2,60,000 260 കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആണ്. കേരള വണ്ടി തന്നെയാണ് ഇത് കേരള റിയാണ് അല്ലേ? 260. അടുത്തതാണ് നമുക്ക് ഫോർഡ് വോക്സ്വാഗൺ വെന്റോ. ഇത് ഒന്നും ചെയ്തിട്ടില്ല. ആ സിറ്റീസ് കണ്ടീഷനിൽ 1.5 ലക്ഷം രൂപ കൊടുക്കും. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയാണ്. സോ നമുക്ക് നല്ല അത്യാവശ്യം പ്രീമിയം ലെവലിൽ വന്നിരുന്ന ഒരു വണ്ടിയാണ്. കുറച്ച് പണികളൊക്കെ എടുപ്പിച്ചുണ്ട്. 1.5 ലക്ഷത്തിന് കൊടുക്കാം. ഓക്കെ. അടുത്താണ് നമുക്ക് ഒരു സ്വിഫ്റ്റ് ആണ്. ഇത് ഡീസൽ ആണ്, പെട്രോൾ ആണ്? ഡീസൽ 2019 വണ്ടി. അപ്പൊ അതാണ് മൈലേജ് അന്വേഷിച്ച് ഒരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ലോങ് ഡ്രൈവിൽ നമുക്ക് 24 വരെയൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. സോ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നത്. ഒറിജിനൽ കേരള വണ്ടി. സിംഗിൾ ഓണർ. 5,40,000 5,40 കേട്ടോ. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ 5,40 ഫുൾ ലോൺ ആണ്. ഡീസലിന് മൈലേജ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ. അടുത്ത ഐട്ടൺ. 12 മോഡലാണ്. 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് അല്ലേ? അടുത്ത വീണ്ടും ഫോർഡ് ഫീസ്റ്റ 2014 മോഡലാണ്. ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് 14 മോഡൽ 90,000 രൂപ കൊടുക്കാം. 90,000 രൂപയ്ക്ക്. XS4 ഇത് 2012 മോഡലാണ്.
ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസലാണ് 1,80,000 കൊടുക്കാം. 1,80,000 18-20 മൈലേജ് കിട്ടും. അന്നൊരു പ്രീമിയം സെഗ്മെന്റിൽ വന്നതിന്റെ ഒരു വണ്ടിയാണ് അല്ലേ? ഇത് 2016 മോഡലാണ്. ഡിലൈറ്റ് പ്ലസ് 1,65,000. 1,65,000 മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യാം. അടുത്തൊരു ഫ്ലൂയിഡിക്ക് 2012 പെട്രോൾ ഓട്ടോമാറ്റിക് 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി 2,40,000. 2,40,000. അടുത്തൊരു ഓൾട്ടീസ്. ഇത് 2011 മോഡൽ ടോപ്പ് ആൻഡ് ഓപ്ഷൻ VL ഓട്ടോമാറ്റിക് സെക്യൂരിറ്റി ഗിയർ ബോക്സിൽ വരുന്ന വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി. 2031 വരെ പേപ്പർ എടുത്തിട്ട് നമുക്ക് 3,20,000. അടുത്ത തവണ ചെറിയൊരു ബഡ്ജറ്റിൽ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് ഡീസൽ 18-20 മൈലേജ് കിട്ടും. അതും ഫുൾ ബ്ലാക്ക് വണ്ടി. ഇത് 2010 മോഡല് 2030 വരെ പേപ്പർ എടുത്ത വണ്ടി നമുക്ക് 2,10,000 കൊടുക്കാം. 2,10,000. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്നുണ്ടായിരുന്നത് PMA കാസിലാണ്. ഒറ്റ പാർട്ടാക്കിയിട്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലേ? ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കും മൊറയൂരിനും അടുത്തായിട്ട് അല്ലേ? മൊറയൂരാണ് ശരിക്കും നമ്മൾ സ്കൂൾ പടി തന്നെയാണ് വരുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് അൻവർ അൻവർക്ക സൈനിങ് ഓഫ്.